ഹലോ ഇൻ്റർനെറ്റ്. അപ്പോൾ സൂവിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നൊരു പരിവായിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞത് ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നേരെ ഏതെങ്കിലും കേരള ഫുഡ് കിട്ടുന്ന ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരള ഹോട്ടലല്ല, പക്ഷേ കേരള ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല നല്ല ഫുഡായിരുന്നു. വിശപ്പിനാണോ എന്നറിയില്ല, എല്ലാവരും അങ്ങ് വെട്ടി വഴങ്ങി കഴിച്ച്. ആകെ തോന്നിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എക്സ്ട്രാ ചോറ് വാങ്ങിക്കുമ്പം എക്സ്ട്രാ പൈസ കൊടുക്കണ്ട, പക്ഷേ ഇവിടെ എക്സ്ട്രാ ചോറിന് 60 രൂപ കൊടുക്കണം. പക്ഷെ അതൊന്നും നോക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ്. എവിടെയും നമ്മൾക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം. മൈസൂർ സൂവിൽ നിന്ന് അധികം ദൂരമില്ല പാലസിലേക്ക്, ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ആ ഗ്യാപ്പിൽ ഞാൻ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അഡൽട്ട്സിന് 120 രൂപ പ്ലസ് GSTയും കിഡ്സിന് 70 രൂപ പ്ലസ് GST ആയിരുന്നു. അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് പാലസിൻ്റെ ഗേറ്റിനടുത്ത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട്. അതായത് ഞങ്ങൾ കാസർഗോഡുകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാലക്കുന്ന് ഭരണിക്കുള്ള ആളുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മൂത്തമ്മമാർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഈ തിരക്കിൽ ഇനി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ പതുക്കെ ഇറങ്ങി പാലസിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ.